തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഭരണം നിലനിർത്താമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF. കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണത്തിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ CPIM SDPI രഹസ്യ ബന്ധ ആരോപണം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ 5 വർഷത്തിനിടെ പത്തനംതിട്ട നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയെന്നാണ് CPIM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ അവകാശവാദം. നഗരസഭയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നത് തന്നെയാണ് ഉറച്ച വിശ്വാസവും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഹാപ്പിനെസ് പാർക്കും ടൗൺ സ്ക്വയറും സ്മാർട്ട് അംഗൻവാടികളും അടക്കം എണ്ണിയാൽ തീരാത്ത പദ്ധതികളെക്കുറിച്ച് പറയാനുണ്ട് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് T. സക്കീർ ഹുസൈന്. മാലിന്യ സംസ്കരണത്തിലടക്കം നിരവധി അംഗീകാരങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ അവതരിപ്പിക്കാൻ ധനകാര്യ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഇന്ത്യയിലെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കാർമ്മികത്വത്തിൽ മാത്രമായി നടന്നിട്ടുള്ള ആദ്യത്തെ ഫെസ്റ്റിവൽ എന്നാണ് പത്തനംതിട്ട ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനെ അടയാളപ്പെടുത്തിയത്. എന്നാൽ ജലക്ഷാമം ഉൾപ്പെടെ പരിഹരിക്കപ്പെടാത്ത അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണം. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത നഗരങ്ങളിലൊന്ന് പത്തനംതിട്ടയാണെന്നും ജില്ലാ ആശുപത്രിക്ക് പോലും ആവശ്യമായ പരിഗണന ലഭിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. രാഷ്ട്രീയമായി CPIM-നെ പ്രതിരോധത്തിലാക്കാൻ SDPI-യുമായി രഹസ്യബന്ധമുണ്ടെന്ന ആരോപണവും കടുപ്പിക്കുകയാണ്. സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ച് LDF-ന് പിന്തുണ നൽകിയ ആമിന ഹൈദരാലി SDPI പ്രവർത്തകയാണെന്നും പാർലമെന്ററി പാർട്ടി നേതാവ് K. ജാസിംകുട്ടി പറയുന്നു. SDPI പിന്തുണ എല്ലാ കാലത്തും അവർക്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. നഗരസഭാ കൗൺസിലിൽ അജണ്ടകൾ ചർച്ച ചെയ്യുമ്പോൾ ജനദ്രോഹ അജണ്ടകൾക്ക് എതിരെ UDF കൗൺസിലർമാർ പോരാട്ടം നടത്തുമ്പോഴും അതൊരു വോട്ടിങ്ങിലേക്ക് പോയാൽ പോലും SDPI-യും CPIM കൂടെ ഒരുമിച്ച് നിന്ന് വോട്ടിട്ട് ആ അജണ്ട പാസ്സാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ തന്നെ ഇവിടുത്തെ SDPI പിന്തുണ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് CPIM-ഉം സ്വതന്ത്ര അംഗങ്ങളും. ഒരു കുറവും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നതെന്നാണ് ആക്ഷേപം. CPIM SDPI ബന്ധമെന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നാലെയാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റി വാർത്തകളിൽ നിറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയ ഘട്ടത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരസ്പരം പോരടിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. ഈ നഗരത്തിൻ്റെ വികസനവും ഇതോടൊപ്പം ചർച്ചയാകും. അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.